വലിയ തോതിലുള്ള മാനസിക സംഘർഷം അനുഭവിക്കുന്നവരാണ് ജെൻസി തലമുറ. അതിൻ്റെ കാരണങ്ങളിലൊന്നായി ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന്, അവർ ഈ സ്ക്രീൻ ടൈമാണ് കൂടുതൽ അവർക്കുള്ളത്. അവർ വേൾഡുമായിട്ട് ഭയങ്കരമായി കണക്റ്റഡായ മനുഷ്യന്മാരാണ്. പക്ഷേ അവർ ഈ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയ സൈറ്റുകളിലും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസിലെല്ലാം കാണുന്നത് ലോകത്ത് മറ്റു മനുഷ്യന്മാരുടെ ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ സ്വന്തം ലൈഫുമായിട്ട് നിരന്തരമെന്നോണം താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ റിയാലിറ്റി എന്ന് പറയുന്ന സ്വന്തം ലൈഫിനെ കുറിച്ച് മാത്രമേ അറിയൂ. ബാക്കി എല്ലാം കാണുന്നത് ഈ കാണുന്ന ചിത്രങ്ങളാണ്. ഈ താരതമ്യം അവർക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക ഭാരം ഉണ്ടാക്കുന്നു. എനിക്കെന്തുകൊണ്ട് ഈ ഹാപ്പിനെസ് കിട്ടുന്നില്ല, എനിക്കെന്തുകൊണ്ട് ഇത്രയും സൗകര്യങ്ങൾ കിട്ടുന്നില്ല, എനിക്കെന്തുകൊണ്ട് ഇത്രയും മെച്ചപ്പെട്ട ലൈഫില്ല, എനിക്കെന്തുകൊണ്ട് ഇത്രയും മെച്ചപ്പെട്ട ഫാമിലി ഇല്ല പോലുള്ള ക്വസ്റ്റ്യൻസ് നിരന്തരമായി അവരെടുക്കുകയും അവർക്ക് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ബുള്ളിങ് പോലും ഇവരെ സ്വാധീനിക്കുന്നുണ്ട്. ഇവരൊരു പടം ഇടുമ്പോഴോ അല്ലെങ്കിൽ ഇവരൊരു കാര്യം അഭിപ്രായപ്പെടുമ്പോഴോ താഴെ വന്ന് പറയുന്ന നിരന്തരം പല ആൾക്കാരും പലതരത്തിലുള്ള കമൻറ്റുകൾ പറയുന്നത് പൂർണ്ണമായ സഹിഷ്ണുതയോടെ എടുക്കാൻ അല്ലെങ്കിൽ വളരെ പക്വമായി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിധം ദുർബലരായ മനുഷ്യന്മാരായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ഈ സ്ക്രീൻ ടൈമിൻ്റെ ഇഷ്യൂ ആയിട്ടാണ് പഠനങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ട്, ഈ അജിംസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധക്കുറവ് പ്രശ്നമാണ്. ഓഫ്കോഴ്സ് അവർ ഭയങ്കരമായിട്ടുള്ള നീതിബോധമൊക്കെ ഉള്ളവരാണെന്ന് പറയുന്നു എല്ലാ പഠനങ്ങളും. അതായത് എല്ലാവർക്കും നീതി കിട്ടണം, എല്ലാവർക്കും തുല്യത ഉണ്ടാവണം പോലുള്ള ആഗ്രഹങ്ങൾ, മൾട്ടി ടാസ്കിങ്ങിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആൾക്ക് ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഒരു പ്രശ്നമുള്ളത് ഇവരുടെ ഈ ശ്രദ്ധക്കുറവാണ്. ശ്രദ്ധക്കുറവ് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു തരും. നമ്മൾ ഏറ്റവും കൂടുതൽ റീലുകളാണ് കാണുന്നത്. റീലുകൾ കാണുന്നു വെച്ചാൽ വളരെ പെട്ടെന്ന് മാറ്റി വിടുകയാണ്. ഇഷ്ടമില്ലാത്തത് തപ്പി വിടുന്നു, അല്ലെങ്കിൽ ഇത് കാണുന്നത് തന്നെ 1.5 മിനിറ്റ് മറ്റുള്ള സംഗതികൾ മാത്രം കാണുന്നു. ഇടയ്ക്ക് ഫേസ്ബുക്ക് അവരൊരു സീരീസ് കൊണ്ടുവരുന്നു. അതിൻ്റെ പേര് അവർ കൊടുത്ത തം സ്റ്റോപ്പർ എന്നാണ്. നിങ്ങളുടെ തമ്പ് വെച്ച് നിങ്ങളിങ്ങനെ തപ്പി വിടുന്ന സാധനം സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്ന ശേഷിയുള്ള കണ്ടൻറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ ഈ തമ്പ് വെച്ച് നമ്മളിങ്ങനെ വേഗത്തിൽ വരുന്നത് നമ്മുടെ ശ്രദ്ധയെ ഭയങ്കരമായി ബാധിക്കുന്നു. ഒരു ഗോൾഡ് ഫിഷിൻ്റെ ശ്രദ്ധ എത്രയുണ്ട്? 8 സെക്കൻഡ്സ്. ആ 8 സെക്കൻഡ്സാണ് ജെൻസി തലമുറയിലെ ബഹുഭൂരിപക്ഷം പേരുടെയും ശ്രദ്ധാസമയം എന്നാണ് ഈ പഠനം പറയുന്നത്. അതിനപ്പുറം അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതവരുടെ വിദ്യാഭ്യാസത്തിലായാലും അവരുടെ ജോലി സ്ഥലത്തായാലും എല്ലാം അവർക്ക് ഈ പ്രശ്നം അവരനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള പ്രശ്നം വെച്ചാൽ അവർക്കൊരു ദീർഘ സ്വഭാവമുള്ള ഒരു അസൈൻമെൻറ്റ് കൊടുത്താൽ അതിനകത്തേക്ക് പൂർണ്ണമായും മുഴുകാൻ അവർക്ക് പറ്റില്ല. വേണമെങ്കിൽ ഒരേ സമയത്ത് അവർ പല ജോലികൾ കേൾക്കുകയും പലരോടും പറയുകയൊക്കെ ചെയ്യും. ഒരു സംഗതി മാത്രം കൊടുത്താൽ അതിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്തെടുക്കുക എന്നുള്ള അവർക്ക് പോസിബിളായ കാര്യമല്ല. ഒരു സ്ഥാപനത്തിൽ ദീർഘദിവസം നിൽക്കുക എന്ന് പറയുന്നത് അവർക്ക് പോസിബിളായ കാര്യമല്ല. കാരണം അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് ഉയർച്ചകളൊന്നും കൊണ്ടുവന്നില്ല. സാമ്പത്തികമായും പദവികളാലും എന്തുകൊണ്ട് ഉയർച്ച കിട്ടുന്നില്ല എന്നുള്ള തിങ്കിങ്ങിലാണ് അവരുള്ളത്. അത് കുറ്റമായിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന പ്രശ്നത്തിനകത്ത് അവർ വളരെ ഷോർട്ടായി മാത്രമേ അവർക്ക് നിൽക്കാൻ പറ്റുന്നുള്ളൂ എന്നൊരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഞാൻ പറഞ്ഞത് എല്ലാ തരത്തിലുള്ള വിവര സാങ്കേതികതയുടെ ആയാലും കൊള്ളാം, ഈ ഡിജിറ്റൽ വിപ്ലവത്തിനായാലും അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒപ്പം തന്നെ അതിനെല്ലാം എന്തുണ്ട് ഈ പറയുന്ന നെഗറ്റീവ് ഫാക്ടേഴ്സും ഉണ്ട്.